എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധ്വാ ശ്രേയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. സാരം: ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ യുദ്ധത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. ഭാവാർത്ഥം: സാമൂഹ്യ ഭരണ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യനെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ. ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കുന്നവനത്രേ ക്ഷത്രിയൻ. ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത്. വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തോട് നേരിട്ട് പൊരുതുന്നു. മരിച്ച വ്യാഘ്രത്തിൻ്റെ ശവം രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും. ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തിപ്പോന്നു. മതനിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. രാഷ്ട്രീയത്തിൽ അഹിംസ ഒരു തന്ത്രമായേക്കാം, എന്നാൽ അത് ഒരിക്കലും തത്വാധിഷ്ഠിതമല്ല.